ഗാഢമായ ഒരു സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈൻ ആയിട്ടാണ് പലരും കൂർക്കം വലിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ കൂർക്കം വലി ഉണ്ടാവുന്നത്? ഇതുമൂലം നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ? എന്തെങ്കിലും ടെസ്റ്റുകൾ ഇതിന് ചെയ്യേണ്ടതുണ്ടോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇത് നമ്മളെ സ്ലീപ്പിനെ ബാധിക്കുമോ? അങ്ങനെ പല ഡൗട്ടുകളും ഉണ്ടാവാറുണ്ട്. ആ ഡൗട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. കൂർക്കം വലി അഥവാ സ്നോറിങ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരിലും തന്നെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അതായത് പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇന്ന് പല രീതിയിലുള്ള ഡിവോഴ്സ് പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂർക്കം വലി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സ്നോറിങ്ങിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് അവരെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമാവാം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുമ്പം നമ്മൾ ഈ കഴുത്തിൻ്റെ മേലിലോട്ടായിട്ടുള്ള, അതായത് ത്രോട്ട് ആവാം, നമ്മുടെ വായ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നോസ് ആവാം, ഐസ് ആവാം, അതേപോലെ ഹെഡിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സ്നോറിങ് ഉണ്ടാവാം. എസ്പെഷ്യലി കുട്ടികളിലായാലും മുതിർന്നവരിലായാലും നേസൽ പോളിപ്പ്, അതായത് മൂക്കിൽ ദശ വളരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് നേസൽ മ്യൂക്കസ് ലൈനിങ്ങിനെയാണ് നമ്മൾ നേസൽ പോളിപ്പ് എന്ന് പറയുന്നത്. അതായത് മൂക്കിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ആ ഒരു വളർച്ചയെ മൂലം അവർക്ക് ഈ സ്നോറിങ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഫാലം അത് മേ ബി അത് ലെഫ്റ്റിലോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മൂലവും ഈ ആളുകൾക്ക് സ്നോറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതായത് റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ തുമ്മൽ, ജലദോഷം, കണ്ണ്, മൂക്ക്, തൊണ്ടയൊക്കെ ചൊറിയുക, അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാവുക, തൊണ്ട ചൊറിച്ചിലുണ്ടാവുക, ചുമയുണ്ടാവുക, തലവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് ഇത്തരം അലർജി പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അലർജീൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇത്തരം സ്നോറിങ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മറ്റൊരു കാരണങ്ങൾ എന്ന് പറയുമ്പം ക്രോണിക് സ്മോക്കേഴ്സ്, അതായത് പുകവലി ശീലം കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളിൽ, അതേപോലെ തന്നെ അവർ എന്തെങ്കിലും ടാബ്ലറ്റ്സ്, അതായത് ഹൈ ഡോസ് മെഡിസിൻസ് ഒക്കെ ഡെയിലി രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് എടുക്കുന്ന ആൾ, അതായത് സ്ലീപ്പിംഗ് പിൽസ്, ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ്, ആൻറ്റാസിഡ്സ് ടാബ്ലറ്റ്സ്, അപ്പോൾ ആ ഒരു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത്തരം കൂർക്കം വലി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവർക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും, അവരുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഇത്തരം കൂർക്കം വലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ടോൺസിലൈറ്റിസ് പ്രശ്നങ്ങൾ, അതായത് റെക്കറൻ്റ് ആയിട്ട് ടോൺസിൽസിൻ്റെ ഇൻഫെക്ഷൻസ് വരുന്നു, ടോൺസിൽ സ്റ്റോൺ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ അവർക്ക് പെല്ലറ്റ്, അതായത് ഈ ഒരു നമ്മുടെ മൗത്ത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീജിയണിലായിട്ട് ഒരു പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അത് ഭയങ്കര ലാർജായിട്ട് അല്ലെങ്കിൽ വലുതായിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ അലർജി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ആളുകളിലും ഇത്തരം കൂർക്കം വലി പ്രശ്നങ്ങൾ വളരെ കോമൺലി കണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു സ്ലീപ്പ് പീരീഡിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിൽസും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, അതായത് അതിൻ്റെ ആക്ടിവിറ്റി വളരെ റെഡ്യൂസ്ഡ് ആണ്. അപ്പം ആ ഒരു റിലാക്സ്ഡ് മൂഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ത്രോട്ട് റീജിയനിൽ ഉണ്ടാവുന്ന ആ ഒരു മസിൽസും റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എയർവേ, അല്ലെങ്കിൽ എയർ ആ ഒരു എയർ പാസേജിലൂടെ, അല്ലെങ്കിൽ എയർ കനാലിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, രണ്ട് എയർ ഇതിലൂടെ എയർ പാസേജിലൂടെ ഇതിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഭിത്തികൾ തമ്മിൽ ജസ്റ്റ് ഒരു കോണ്ടാക്ട് വരും, അല്ലെങ്കിൽ ഒരു ടച്ച് ഉണ്ടാവും. അപ്പോൾ അതുമൂലം, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഒരു വൈബ്രേഷനാണ് ഈ സ്നോറിങ് എന്ന് പറയുന്നത്. സ്നോറിങ് എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ളതുണ്ടാവും, മോഡറേറ്റ് ആയിട്ടുള്ളതും ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂർക്കം വലിയോടൊപ്പം തന്നെ അവർ പെട്ടെന്ന് എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ആ ഒരു സ്ലീപ്പ് നഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നിട്ട് അവർ ശ്വാസം തിങ്ങുന്നു, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഒരു 10 സെക്കൻഡ് കൂടുതൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. അതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ത്രോട്ട് മസിൽസ്, അല്ലെങ്കിൽ ത്രോട്ട് റീജിയനിലൊക്കെ കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിത വണ്ണുള്ള ആളുകളിലൊക്കെ ഇത്തരം സിംറ്റംസ്, അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഈ ഫാറ്റ് ഡിപ്പോസിഷൻ കാരണം നമ്മളെ എയർവേസ് എല്ലാം കഴിവതും ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എയർ പാസേജ് കറക്റ്റായിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാത്തൊരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ എയർ കൃത്യമായിട്ട് ആ ഒരു
കനാലിലൂടെ പാസ് ചെയ്ത് പോകാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. കോമൺലി ഇത് കണ്ടുവന്നിട്ടുള്ളത് പുരുഷന്മാരിലാണ്. അതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ മേ ബി അവർ ക്രോണിക് സ്മോക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡിക്ഷൻസ് ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അത് പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇതുമൂലം പല ഫാമിലി ഇഷ്യൂസും അങ്ങനെ ഡിവോഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ഒന്നാണ്. അപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ടായാലും അല്ലെങ്കിൽ ഇത്തരം സ്നോറിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു നിസാരമായി കാണരുത്. അതുമൂലം നമുക്ക് പല കോംപ്ലിക്കേഷൻസിലേക്കും ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പം സ്നോറിങ്ങിന് ജസ്റ്റ് ഒരു കൂർക്കം വലി എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ല, അതിൻ്റെ ലക്ഷണങ്ങൾ പല രീതിയിലാണ് ഓരോ ആളുകളിലും കാണപ്പെടുന്നത്. ചില ആളുകൾക്ക് മൗത്ത് ബ്രീത്തിങ് ഉണ്ടാവാം, അതായത് വായിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഉറക്കം ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് തലവേദന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവർക്കൊരു വീക്ക്നെസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുന്നു. വായൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഒരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവുന്നു. ഒരു ഡ്രൈ കഫ്, കുത്തി ചുമയ്ക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ നോസിനൊക്കെ ഭയങ്കര ഒരു സെൻസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവുന്നു. ഒരു മൂക്കടഞ്ഞൊരവസ്ഥ വരുന്നു. ഒരു നോയ്സി ബ്രീത്തിങ് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം സിംറ്റംസ് ആണ് മെയിൻലി സ്നോറിങ്ങിൻ്റെ കേസസിൽ നമുക്ക് എക്സ്റ്റേണലി പറയാൻ പറ്റുന്നത്. പക്ഷെ പല ആളുകളും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇത്രയും സിംറ്റംസ് ഉണ്ടാവുമോ, അപ്പോൾ ഇതാണോ ഈ സ്നോറിങ്ങിൻ്റെ ലക്ഷണങ്ങളെന്ന് പല ആളുകൾക്കും ഡൗട്ടാണ്. പക്ഷെ സ്നോറിങ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ടേമിൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അതിൻ്റെ സിംറ്റംസിൽ വരുന്നതാണ് ഈ നോയ്സി ബ്രീത്തിങ്, അതേപോലെ തന്നെ ഡ്രൈ കഫ്, അതേപോലെ ഡ്രൈ മൗത്ത്, വീക്ക്നെസ്, ഹെഡ് ഏക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ ആ ഒരു സ്നോറിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നമുക്കൊരു സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു ഡേ അല്ലെങ്കിൽ നൈറ്റ് ആ ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം. അപ്പം പല ടെസ്റ്റുകളും ഈ ഒരു സ്നോറിങ്ങിൻ്റെ കേസസിൽ അവൈലബിൾ ആണ്. നമുക്ക് മെയിൻലി ഒരു CT സ്കാൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു MRI സ്കാൻ എടുക്കാം. അതായത് നമ്മളെ ഹെഡിൻ്റെ 2 സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഗ്രോത്ത് ആണോ, അല്ലെങ്കിൽ ഡീവിയേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പോളിസോംനോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമ്മളെ പൾസ് റേറ്റ്, അതേപോലെ തന്നെ ഓക്സിജൻ ലെവൽ, ബ്ലഡ് പ്രഷറിൻ്റെ ലെവൽ, അതേപോലെ നമ്മളെ ഹാർട്ട് റേറ്റ്, അങ്ങനെ പല നമ്മൾ ആ ഒരു വൈറ്റൽ സൈൻസ് എല്ലാം എക്സാമിൻ ചെയ്യും. ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്രീത്തിങ് പാറ്റേൺ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് ആ ഒരു സ്റ്റഡിയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതായത് സ്നോറിങ്ങിൻ്റെ ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് പറയാം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കുക, എന്നിട്ട് ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ക്രേവിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതൊരു 10 സെക്കൻഡിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് വരാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ സ്നോറിങ് വരാനുള്ള കാരണങ്ങൾ എന്താണോ അത് നമ്മൾ ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ പോളിപ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്നോറിങ്ങിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പാർട്ട് എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ റൂട്ട് കോസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അമിത വണ്ണമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുള്ള ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും ഇത്തരം സ്നോറിങ് പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൽ ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ ഒരു സ്വെല്ലിങ്, അല്ലെങ്കിൽ അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളെ നെക്കിൽ ഉണ്ടാകുന്ന തൈറോയിഡ് സ്വെല്ലിങ്ങിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതുമൂലവും നമ്മൾ ആ ഒരു എയർ പാസേജ് ഒബ്സ്ട്രക്റ്റഡ് ആവും. അപ്പോൾ അതുമൂലം നമുക്ക് ഈ ഒരു സ്നോറിങ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെ കോസ് എന്താണ് അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ആൽക്കഹോൾ, സ്മോക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഉറങ്ങുന്ന പൊസിഷൻസും ഇതിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കിടക്കുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പ്രോൺ പൊസിഷനിൽ കിടക്കുന്നതിന് പകരം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കും, ഒന്നെങ്കിൽ റൈറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സർക്കുലേഷൻ കുറച്ചുകൂടി കറക്റ്റ് ആവും, അല്ലെങ്കിൽ ബ്രീത്തിങ് സൈക്കിൾ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കിടക്കുമ്പം കുറച്ചുകൂടി ഹെഡ് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ സ്ലീപ്പ് പാറ്റേൺ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സ്നോറിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂസ് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഹോമിയോപ്പതിയിൽ ഈ സ്നോറിങ് ഇഷ്യൂസിന് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. നമ്മൾ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണോ നോക്കിയിട്ട് സിംറ്റംസിനനുസരിച്ചാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.